ومن أخلاقهم رضي الله عنهم. ആ മഹാന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് മറ്റൊന്ന്. അതെന്താണ്? തുറക്കു തൊലബിർ റിയാസത്തീന, മേധാവിത്വവും മേധാവിത്വവും തേടി അലയൂലവര്. നമ്മളൊക്കെ ഇപ്പൊ എന്താണ്, ഇന്ന പോലത്തെ ആൾക്കാർ ഒരു നേതാവായെങ്കിലും പൊതിച്ചെടുക്കുകയാണ്, അതിനുവേണ്ടി തല്ലുംപിടി ഉണ്ടാക്കും. ഇതൊന്നും അവരത്തില്ല, അത് അന്വേഷിക്കേ ഇല്ല, ആ ഒഴിവാക്കും. ഏതുവരെ അത്താ തഫ്ജാഹും, ആ നേതാവിത്വം അവർക്ക് പെട്ടെന്ന് വരുന്നവരെ, അവരറിയാതെ വരിക. അപ്പൊ തുഖദ്ദിമഹും, ആ നേതാവിത്വം റിയാസത്ത് അവരെ മുന്തിക്കുക, അന്നാസ ജനങ്ങൾക്ക്, അലാ അംഫുസിഹിം, അവരുടെ സ്വന്തം നഫ്സിനേക്കാൾ അതൊക്കെ ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കും. അല്ലാതെ ഓലത് തേടിയടക്കൊന്നുമില്ല. അതൊരു പെട്ടെന്ന് അറിയാതെ ഒരിടത്തേക്ക് എത്തും, ഓല മുന്തിക്കും ജനങ്ങൾക്ക്. അങ്ങനെ യശു അഹദുഹും, അതൊക്കെ ഒഴിവാക്കിയിട്ട് ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട് ഇവരിൽപ്പെട്ട ഒരാൾ പറയും, യഖൂല് പറയും, മാ അന ബിഅഹ്ലിൻ ലിൽ ഇമാമത്തി മസലൻ, അധികാരത്തിനൊന്നും ഞാൻ യോഗ്യനല്ല എന്ന് പറയും ജനങ്ങളെ മുന്നിൽ. അപ്പോ യഖൂലുൻ നാസു ലഹു, അദ്ദേഹത്തോട് ജനങ്ങളൊക്കെ പറയും, ബൽ അൻത, നിങ്ങൾ അതിന്, എന്നല്ല ശരിയല്ല, നിങ്ങൾ, അഹ്ലുൽ ലിദാലിക വസിയാദത്തൻ, ഇമാമത്തിനല്ല അതിന്റെ അപ്പുറത്തിന് നിങ്ങൾ യോഗ്യൻ തന്നെയാണ്, നിങ്ങൾ യോഗ്യനാണെന്ന് പറയും. അങ്ങനെ പറയുന്നത് വരെ ഓലി സംഗതി തേടാനും പിടിച്ചാനൊന്നും അത് പോവില്ല. ഇങ്ങനെയാണ് മഹാന്മാര്. അറിയാതെ വരും, ഓലൊന്നും വിചാരിക്കൂലാക്കും. അങ്ങനുണ്ട്. വഖദ് കാന സുഫിയാനി സൗരി റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുമായിരുന്നു, മൻ ത്വലബ റിയാസത ഖബല മജീഹ, റിയാസത്തു അവരിലേക്ക് എത്തുന്നതിന് മുമ്പ് അവൻ തേടിപ്പോയാൽ, എന്ത് നേതാവിത്വം തേടിപ്പോയാൽ, ഫർറത്ത് മിൻഹു, അവനെ തൊട്ട് ആ റിയാസത്ത് ഓടിയങ്ങ് പോവും. വഫാത്തുഹു, അവന് നഷ്ടപ്പെടുകയും ചെയ്യും. ഇൽമുൻ ഗസീർ, അധിക വിജ്ഞാനം അവന് കിട്ടൂല്ല. റിയാസത്ത് അവനെ തൊട്ട് അങ്ങോട്ട് പോകും. കാരണം ഓനെ തേടി ഇങ്ങോട്ട് വരണം, അത് വരാതെ അങ്ങോട്ട് കേടുമ്പോ അത് പേടിച്ചു പോയാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. വക്കാന യഖൂലു, സുഫിയാനി സൗരി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലാ യത്ലുബു അഹദുകുമുർ റിയാസത, നേതാവിത്വ സ്ഥാനമാനൊന്നും നിങ്ങൾ ഒരാളും അന്വേഷിക്കണ്ട, ഇല്ലാ ബഅദ മുജാഹദത്തി നഫ്സി 70 സന, സ്വന്തം നഫ്സിനെ ഒരു 70 വർഷം സ്വന്തം നഫ്സിന് ജിഹാദ് നടത്തണം, മത്സരിക്കണം, സമരം ചെയ്യണം ശരീരത്തിലൂടെ 70 വർഷം. അത് കഴിഞ്ഞിട്ട് തേടിയാ മതിയെന്ന്. അതിന്റെ അർത്ഥം എന്താ? ഒരു 70 വയസ്സാവുന്നത് വരെ ശരീരവുമായി മല്ലടിക്കുകയാണ്, ശരീരം നിയന്ത്രിക്കുകയാണ്. പിന്നെ ഇപ്പൊ അവിടെ മരിച്ചാല്, അവിടെ പോയാല് പിന്നെ അതിന്റെ സമയം കഴിഞ്ഞല്ലോ. അപ്പൊ അത്രയും കാലം നീണ്ട് യുദ്ധം ചെയ്യണം ശരീരത്തിനോട്, സമരം ചെയ്തിട്ട് വേണം, പാകപ്പെടുത്തിയിട്ട് വേണം റിയാസത്തിന് പറ്റുലൊക്കെ നോക്കാനും. ഇങ്ങനെയൊക്കെയാണ് മഹാൻ പറഞ്ഞ വാക്കുകൾ. നമ്മളങ്ങനെയല്ലല്ലോ, നമുക്ക് ചെറുപ്പക്കാരെ ആക്കണം, ചെറുപ്പക്കാർ മുന്നോട്ട് വരണം, ഓർക്ക് നേതാവിത്വം കിട്ടണം, മേധാവിത്വം കിട്ടണം, കൊടുക്കണ്ടെന്നല്ല. പക്ഷെ അത് തുനിഞ്ഞിറങ്ങിയ ആൾക്കാർ കുറെ ആൾക്കാരുണ്ടാവും, അത് ശരിയല്ല. വക്കാന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം യഖൂലു, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഇദാ ജഅലകുമുന്നാസു റൂസൻ, ജനങ്ങളൊക്കെ നിങ്ങൾ നേതാക്കന്മാരാക്കി മാറ്റുകയാണെങ്കിൽ, വകൂനു അദ്നാബ, നിങ്ങളെന്തായിക്കോളിയും വാലായി മാറിക്കോളീന, തലയാവാൻ നിൽക്കണ്ട, അങ്ങനെ അണികളായാ മതി, എന്താവണ്ട, നേതാവണ്ടെന്നർത്ഥം. വകാന ഹജ്ജാജ് ബിൻ അർത്താത്ത്, ഹജ്ജാജ് ബിൻ അർത്താത്ത് എന്ന് പറയുന്ന ആള് പറയുന്നു, ഖദ് ഖതലനി ത്വലബുർ റിയാസത്തി വഹുബ്ബുഹാ, ഞാനും അല്ലാതെ നേതാവിത്വം തേടുന്നവനും അതിനെ ഇഷ്ടം വെക്കുന്ന ആളായിരുന്നു, അതെന്നെ കൊന്നുകളഞ്ഞു എന്നാണ്. അത്രത്തോളം പുരാഗ്രഹിച്ചു പോയി. വക്കാനൽ അന്താക്കിയു യഖൂലു, അന്താക്കി പറയുന്നു, അർറിയാസത്തു റഅ്സുഹു ബിർറിയാ വമഅശൂഖുൻ നഫ്സ് വഖുറത്തുൽ ശൈത്താൻ. റിയാസത്ത് എന്ന് പറയുന്ന സാധനം റഅ്സുഹു ബിർറിയാ,
ലോകമാനത്തെ ഇഷ്ടപ്പെടുന്നതിന്റെ ഹെഡാണ്. ലോകരെല്ലാരും എന്നെ അറിയണം, ഞാൻ അങ്ങനെയൊക്കെ അത് ഇഷ്ടപ്പെടുമ്പോഴാണ് റിയാസത്ത് ഉണ്ടാവുക. അപ്പൊ മഅ്ശൂഖുൻ നഫ്സി, അത് നഫ്സിന്റെ ആഗ്രഹമാണ്. ഇപ്പൊ ഖുർറത്തുൽ ഐനി ലിശൈത്താൻ, പിശാചിന് കൺകുളിർമയാണ്. ഇതാണ് ഇപ്പോ റിയാസത്തിന്റെ കോലം. ഇതാണ് ഒരാൾക്ക് ഒഴിവാക്കാൻ കാരണം. വക്കാന ഇബ്രാഹിമിന് അധികം യഖൂൽ, ഇബ്രാഹിമിന് അധികം തങ്ങൾ പറയുന്നു, കൂനു അതിനാവൻ വലാത്തക്കൂനു റൂസ, തലകളാവണ്ട വാലയിക്കോളിന്ന് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ എന്തായിക്കോളെയും നേതാവാകേണ്ട അണികളായിക്കോളി എന്നാണ്. കാരണം എന്താ, ഇന്നബ വാല് എഞ്ചു അത് രക്ഷപ്പെടും, വറസു തല യഹിരിക്കും നശിക്കും. അപ്പൊ തല വെട്ടിക്കളയാൻ പറ്റും. അവ നേതാവ് പിണയും. നേതാവ് ആവുമ്പോ വലിയ ബുദ്ധിമുട്ടാണ്, അണികളാവുമ്പോ പ്രശ്നമില്ലല്ലോ എന്നർത്ഥം. തങ്ങൾ പറയുന്നു, നേതാവിത്വമാരും ഇഷ്ടപ്പെടുന്നില്ല, മോശത്തരങ്ങളും ന്യൂനതകളും ഐബത്തരങ്ങളും എല്ലാം ജനങ്ങൾ പറയും. അത് പറയാൻ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ തോലെ റിയാസത്തിന് ഇഷ്ടപ്പെടുകയുള്ളൂ. അങ്ങനെയാണുള്ളത്. നേതാവാക്കന്മാരായി വന്ന അവനെ പറ്റി എന്തെല്ലാം പറയും, അതോനിഷ്ടാണ്. അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നേതാവിത്വം ഇഷ്ടപ്പെടുന്നത്. കമാൽ, അവൻ കമാലിയത്ത് കൊണ്ട് എന്ത് വേണം, വകതിരിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ജനങ്ങളങ്ങനെ പറയട്ടെ, അപ്പൊ ഇവർക്കൊരു പരിപൂർണത ലഭിക്കും. അതിനു വേണ്ടിയിട്ട് വയക്കുറഹു, അവൻ വെറുക്കുന്നു. എന്ത്, അയ്യതുക്കുറന്നാസു, ജനങ്ങൾ പറയല്, ആദൻ ഒരാളെ കുറിച്ച്, ഇന്നു അവന്റെ അടുത്ത്, ബിഖൈരിൻ, നന്മ, ഒരാളെ പറ്റി നന്മ ഇവന്റെ മുന്നിൽ ആരും പറഞ്ഞോ ഒരു വെറുപ്പാ. ഇതാണ് പോന്റെ സ്വഭാവം. ഒമൻ അസക്കറിയാസത്ത, ഇനി നേതാവിത്വം ആരും പ്രേമിച്ചു പോയാൽ അവന്റെ നന്മകൾ ഏതൊക്കെ ഉണ്ടോ ആ നന്മയെ തൊട്ട് അവൻ വിട പറഞ്ഞു എന്നതിനർത്ഥം. അതാണ്. പിന്നെ നന്മകളൊന്നും ഉണ്ടാവില്ല, വളരെ പ്രയാസങ്ങളും തിന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. മഹാൻ പറയുമായിരുന്നു, എന്ത്, തെർക്കുർ റിയാസത്തി, നേതാവിത്വം ഉപേക്ഷിക്കുക, തെർക്കു മഹബ്ബത്തിൽ മറുഅത്തി, ഒരു പെണ്ണിനുള്ള പ്രേമം ഉപേക്ഷിക്കുക. ഈ രണ്ടു കാര്യം അമറുമിന സബിർ, കറ്റുവായേക്കാൾ ഏറ്റവും കൈപ്പാട് എന്നാണ്. ഒരു പെണ്ണിനുള്ള സ്നേഹം ഉപേക്ഷിക്കാൻ കഴിയോ? നേതാവിത്വം ഉപേക്ഷിക്കാൻ കഴിയോ? വലിയ കൈപ്പാട് എന്നാണ്. അത്രയും പ്രയാസമാണ് ഒഴിവാക്കാൻ അർത്ഥം. അപ്പൊ ഈമാൻ ഉൾക്കത് ഒഴിവാക്കാൻ കഴിയുള്ളൂ. വകാന മൈമൂൻ ബിൻ മഹ്റാൻ യഖൂലു, പറയാണ്, ഇയ്യാക്കും അൻ തദഉ അഹദൻ യംശി മഅക്കും ഔ ഫീ റികാബിക്കും ഇദാ റകിബതും, നിങ്ങളെ കൂടെ നടക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ വാഹനം കയറുമ്പോൾ നിങ്ങളെ വാഹനത്തിൽ ഒരാളെ നിങ്ങൾ വിളിക്കുക. അങ്ങനെ വിളിക്കല്ലേ എന്ന് ശ്രദ്ധിച്ചോളൂ. എന്തിനാണ് വിളിക്കുന്നത്? നിങ്ങൾ ഖളായി ഹാജത്തിൽ, ആവശ്യം നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആളെ വെക്കും. അങ്ങനെ വെക്കുന്നതിനെ നിങ്ങൾ ശ്രദ്ധിച്ചോളി. എന്താ കാരണം? ഫൈനദാലിക, അങ്ങനെ ചെയ്യലും മഅദൂദുൻ മിനൽ ഫിത്നത്തിൽ മത്ബൂഇ വമദില്ലത്തിൽ താബിഈൻ, നേതാവിന് ഫിത്നയും അണിക്കെന്താണ് നിന്ദനയും അതിനായിട്ട് എണ്ണപ്പെടുന്ന സംഗതിയാണത്. അപ്പൊ വേണ്ടാക്കാൻ നല്ലത്. അവനെ ഇഷ്ടമുള്ള അങ്ങനെ പോകാനോ. ഖാല മൈമൂൻ എന്നവര് പറയാണ്, ജനങ്ങളെല്ലാവരും കൂടി പരിപാലിച്ചുകൊണ്ട് കൂടെ നടന്ന് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ആനയിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനത്തെ ആദ്യത്തെ ആള് അസ്അസ്ബിൻ ഖൈസ് എന്ന് പറയുന്ന ആളാണ്. വക്കാൻ എന്തായിരുന്നു, വക്കാനി എറുക്കുമോ, അദ്ദേഹം ഭാഗം കീറും. ഇൽമാനു ബൈനയിലെ, ഇൽമാനൊക്കെ അടിമകളെ മൂപ്പരെ മുന്നിലും ഉണ്ടാവും. അങ്ങനെ പരിചാരകര് മൂപ്പരിങ്ങനെ പോവുക. ഇത് കാണുമ്പോൾ വക്കാരൻ നാസ്, ജനങ്ങളൊക്കെ പറഞ്ഞു, കാത്തലഹുല്ലാമിൻ ജബ്ബാർ, അള്ളാഹു ഇവനെ കൊന്നു കളയട്ടെ, ഒരു ജബ്ബാർ അക്രമകാരി നിന്നിട്ട് ഇവനെ അള്ളാഹു കൊന്നു കളയട്ടെ എന്ന് പറഞ്ഞു. അതാണ് ഇടങ്ങാറാണ്, ബുദ്ധിമുട്ടാണ് അതൊക്കെ.
ഫയ്യാക യാ അഖി, എന്റെ സഹോദര, അതുകൊണ്ട് നീ സൂക്ഷിച്ചോ. വഹുബ്ബർ റിയാസത്തി ഫീ ശൈഇൻ മിൻ ഉമൂരി ദുനിയ, അല്ലെങ്കിൽ ലൗമാ യഊലു ഇലൈഹ, ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു വസ്തുവിൽ നേതാവിത്വം ഇഷ്ടപ്പെടലിനെയും, അല്ലെങ്കിൽ അത്തരം ഒരു കാര്യത്തിലേക്ക് അണഞ്ഞുകൂടുന്ന ഏതെങ്കിലും ഒരു കാര്യം, അതൊക്കെ ഇഷ്ടപ്പെടലിനെയും നിന്നെ ഇനി സൂക്ഷിച്ചോളാം, എന്നാ അപകടം ഉണ്ടാവില്ല. ഇനി വസിയത്തി വസ്തുതാലിക്ക, ഇതിന്റെ വിശദീകരണം വരുന്നുണ്ട്. ഈ മവാലിയ മിന്നാദൽ കിതാബി, സ്ഥലങ്ങളിൽ, ഈ കിതാബിൽ തന്നെ അതിന്റെ സ്ഥലങ്ങൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹു തആല, അല്ലാഹു ഉദ്ദേശിച്ചാൽ നമുക്ക് കാണാം, പറയാം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന് സർവസ്തോത്രം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നേതാവിത്വമൊന്നും വേണ്ട, ഒഴിവാക്കി കളയും, അതൊന്നും ഇല്ലാതെ ജീവിക്കാൻ നോക്കൂ എന്നർത്ഥം. ومن أخلاقهم رضي الله عنهم, മഹാന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ത്? നസ്ഹു ബഅദിഹിം ബഅദ, അവർ തമ്മിൽ സതുപദേശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. വഖാൽ കബീറു, അങ്ങനെ വരുമ്പോൾ വലിയ ആള് ലാ യതഖദ്ദറു, അത് മോശമോ, അയാളൊരു മോശമായി കാണൂല. മിൻ നുസ്ഹി സഗീർ ലഹു, ചെറിയ ഒരാള് അയാള് ഉപദേശിക്കാൻ പോവുകയാണ്, ആ ഉപദേശത്തിന് ഒരു വിഷമം കാണിക്കൂല ആര്? വലിയ ആള്. മൊബൈലാക്കി തിരിച്ചുണ്ടാവില്ല. വലിയ ആള് ചെറിയ കുട്ടീനോട് ഉപദേശിക്കുക, അതും ഉണ്ടാവില്ല. അപ്പൊ ചെറിയവർ വലിയവർ, കുട്ടീനാണ് ചെറിയവർ വലിയവർ, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുവാൻ കുഴപ്പമൊന്നുമില്ല. വഹാന, നമ്മളിവിടെ പറഞ്ഞ ചെറിയവരും വലിയവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൽഗുണങ്ങൾ പറയുന്നത്, ഗുണങ്ങൾ ചെയ്തു കൊടുക്കും, പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ കർമ്മ വിഷയം. ബിഖിലാഹിമ, ഒന്നിനെതിരാണ്, അല്ലെങ്കിൽ ആ ഒന്നിന്റെ മേലാണ് അഹ്ലുർ റുആനാത്ത് അല്ലോമ, എന്ന് വിഡ്ഢികളും അശ്രദ്ധവാന്മാരുമായ ആളുകളൊക്കെ ഒന്നിന്റെ മേല, അതിനെതിരായിട്ട് ഈ പറഞ്ഞു. ഓലങ്ങനെയല്ല, ഓനിപ്പോ ഉപദേശം സ്വീകരിക്കൂല, വലിയ ആൾക്കാരെ കേൾക്കുള്ളൂ, ചെറുതൊക്കെ പറഞ്ഞ ആട്ടി വിടും, അത് ഓല പണി. വഖദ് നസഹതു അന മറത്തൻ, ഒരിക്കൽ ഞാൻ എന്തായി ഒരു ഉപദേശം കൊടുത്തു, നല്ലൊരു കാര്യം പറഞ്ഞു കൊടുത്തു, നസീഹത്ത് ചെയ്ത് കൊടുത്തു. ഷെയ്ഖൻ മിൻ മശായിഖി ഹാദൽ സമാൻ, ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഷെയ്ഖന്മാരുണ്ട്, ആ ഷെയ്ഖിൽപ്പെട്ട ഒരു ഷെയ്ഖിനോട് ഞാൻ എന്തായി ഒരു സൽഗുണമായി ഉപദേശം നടത്തി. അപ്പൊ ഹജറനി, അയാള് പിന്നൊരു മിണ്ടിയിട്ടില്ല. ഇലാമാത്താൾ മരിക്കുന്നത് വരെ ആൾ എന്നെ വിലങ്ങിട്ടു, എന്നോട് മിണ്ടാൻ അനുവദിച്ചിട്ടില്ല, അതിനെ കാണാൻ അനുവദിച്ചിട്ടില്ല, പിണങ്ങിപ്പോയി എന്നാണോ? ഇതെങ്ങനെ പറ്റൂല എന്നർത്ഥം. അപ്പൊ കാന അനസ്ബിന് മാലിക്, നമ്മളങ്ങനെ ചില ആൾക്കാർ ജാര എന്നെക്കാളും വലിയ അറിവില്ല ആളില്ല, അയാള് ഇനി ഉപദേശിക്കണമാക്കണോ, അങ്ങനെ പറയാൻ പാടില്ല എന്നർത്ഥം. നമ്മളങ്ങനെ പറയാം. അപ്പൊ കാന അനസ്ബിന് മാലിക് റളിയല്ലാഹു അൻഹു യഖൂൽ, അനസ് ബിൻ മാലിക് തങ്ങൾ പറയുന്നു, മാമിൻ ഷൈഇൻ അഹബ്ബ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട ഒന്നില്ല, മിൻ ശബാബി യൻസഹു ശൈഖൻ, ഒരു ഷെയ്ഖിനോട് ഉപദേശം ചെയ്ത യുവാവുണ്ട്, ആ യുവാവിനേക്കാൾ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട ഒന്നില്ല. അവർ ചെറുപ്പക്കാരനാണ്, ഒരു വയസ്സായ ആളോട് ഉപദേശിക്കുന്നത്. അപ്പോ ഷെയ്ഖുൻ യൻസഹു ഷാബൻ, അയാൾ തിരിച്ചിങ്ങോട്ടും വയസ്സായവരാണ് യുവാവിനോട് ഉപദേശിക്കുന്നു, നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഒബിദാലിക്ക, അങ്ങനെ പറഞ്ഞു നോക്കുമ്പോ സാറസാബുത്തായിമോ, ഖേദിച്ച് മടങ്ങുന്ന യുവാവ് ഹബീബ് അള്ളാഹു തആലയുടെ ഇഷ്ടക്കാരനായി മാറിയത്. അവൻ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണ്. അത് വെറുതെ പറയുകയല്ലല്ലോ, വിശുദ്ധമായ ഖുർആനിൽ തന്നെ അത് കാണും. ഒരു ഹദീസ് ഉണ്ടല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഊസീകും ബിശ്ശബാബി ഖൈറൻ ഫഇന്നഹും അറഖു അഫിദതൻ അലാ വഇന്നല്ലാഹ തആല അർസലനി ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ ഫജാലസനി ശബാബ് വഖാലഫനി ശുയൂഖ്. ഊസീകും, ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു, ബിശ്ശബാബി, യുവാവിനെ കൊണ്ട് ഖൈറൻ, നന്മ ചെയ്യണം. കാരണമെന്താ, ഇന്നഹും, നിശ്ചയമായിട്ടും യുവാക്കൾ, അറഖു അഫിദത്തൻ, അവര് ഹൃദയം കട്ടിയുള്ള ആൾക്കാരൊന്നുമല്ല, ഹൃദയത്താൽ ലോലമാണ് അവർ. അലാ, അറിയണേ, വഇന്നല്ലാഹ തആല, നിശ്ചയമാടും അല്ലാഹു തആല, അർസലനി, അല്ലാഹ് എന്നെ നിയോഗിച്ചത്, ഷാഹിദൻ, സാക്ഷി നിൽക്കുന്നവൻ, മുബശ്ശിറൻ, പൊലിവറിയിക്കുന്നവനായിട്ടും, വനദീറൻ, മുന്നറിയിപ്പ് നൽകുന്നവനുമായിട്ടാണ് നിയോഗിച്ചത്.
അങ്ങനെ വജാലസൈഷബാബ് യുവാക്കളൊക്കെ എന്റെ കൂടെ ഇരുന്നു. കാലപരി ഷെയ്ഖു വയസ്സന്മാരൊക്കെ എന്നോട് നിർത്തൂന്നാണ്. നമ്മുടെ ഷബാബിനെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ അള്ളാഹു തആലാക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നബി അല്ലേ പറഞ്ഞത്. അപ്പൊ യുവാവ് നല്ല ഉഷാറാണ്. അപ്പൊ അൻഷദുബിദാലിക്ക ആ കാര്യത്തിൽ അവര് കവിതക്കാര് പാടിയിട്ടുമുണ്ട്. എന്താ പാട്ട്? ഇന്നൽ ഉസൂന ഇദാ ലാ യൻതുഹ ഇതദലത് വലയലീന ഇദാ ലാ യൻതുൽ ഖശബു. കൊമ്പുകളുണ്ട് ഒരു മരം. ആ മരത്തിന്റെ ചില്ലകള് അത് ഞാൻ ശരിക്കും ലെവലാക്കാൻ തീരുമാനിച്ച് മിനുസപ്പെടുത്തി നിൽക്കണമെങ്കിൽ ചൊവ്വായി ഉന്തി വരും. അതേ സമയത്ത് ഞാൻ ചൊവ്വാക്കിയാലും ചൊവ്വാവാത്ത സാധനം ന്യായമായി വരാത്ത ഒന്നാണ് മരക്കഷ്ണം. അപ്പൊ പറയുന്ന അർത്ഥം എന്താ? മരക്കഷ്ണം തടിയുള്ളതാണല്ലോ, മറ്റേ ചെറുതാണ്, ഇത് വലുതാണ്. അപ്പൊ വയസ്സായത് ശരിയാവൂല, ചെറുപ്പക്കാര് ശരിയാവുന്നതിനർത്ഥം. കാല അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, وقال الشباب على عهد رسول الله صلى الله عليه وسلم. ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു യുവാവുണ്ടായിരുന്നു. എന്താ യുവാവ്? യുവാക്കള് ലാ യതഅബ്ബദൂന ഇല്ലാ ഖലീലാ. റസൂലുള്ളാഹിയുടെ കാലത്ത് കുറച്ച് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു അവർ. ഫലമ്മാ തവഫാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഇബാദത്തി ആ യുവാക്കൾ ഇബാദത്തിൽ കൂടുതൽ ചെയ്തു. എന്നിട്ട് വഖാലു അവർ പറയുകയും ചെയ്യുന്നു, ഇന്നാ കുന്നാ ഫീ അമാനിൻ മിൻ നുസൂലിൽ അസാബി ബിനാ ഫീ ഹയാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഞങ്ങൾ ശിക്ഷ ഇറങ്ങുക എന്ന കാര്യം ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു, ഇറങ്ങൂല. അത് പേടില്ലാത്തൊരു ഘട്ടമായിരുന്നത്. ഫലമ്മാ മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെ കൃഷ്ണമണിയായ കണ്ണിലുണ്ണിയായ ഹബീബായ നബി മരിച്ചപ്പോൾ ആ പേടി ഇല്ലാതെയാവുക എന്നുള്ള പോയി. പേടിയാണ് ഞങ്ങൾക്ക്. അപ്പൊ ഈ ഭാഗത്ത് വർദ്ധിപ്പിക്കുന്നു. അതാണ് നബിയുള്ള സമയത്തും ഇല്ലാത്ത സമയത്തുള്ള മാറ്റം. നബിയോട് ഇഷ്ടപ്പെട്ടോ പറഞ്ഞു, അപ്പോൾ കുറച്ച് ഇബാദത്ത് ചെയ്തു, ഇപ്പൊ നല്ലോണം ചെയ്യുന്നു. അപ്പൊ അതിനർത്ഥം എന്താ? ചെറുപ്പക്കാര് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വക്കാന അഹ്മദ് ബിൻ ഹർബ് യഖൂലു, മഹാൻ പറയുന്നു, യംബഇ ലിർറജുലി, ഒരാൾക്ക് അത്യാവശ്യമാണ് അയാൾ തടഞ്ഞു നിൽക്കല്, അതിൽ ലഹ്വി വൽ മആസി, തെറ്റുകുറ്റങ്ങളെ തൊട്ടും കളി തമാശ തൊട്ടും ഒഴിഞ്ഞു നിൽക്കണം. ഇദാ ബലഗൽ 40 സന, 40 വയസ്സെത്തിയാൽ. അതുവരെയൊക്കെ കളിച്ച 40 വയസ്സെത്തിയവരെ കളിച്ചാലും തെറ്റിയാലും നിൽക്കാണ്ട് ഒഴിഞ്ഞു നിൽക്കണം എന്ന്. അത് അത്യാവശ്യമാണെന്ന് അഹമ്മദങ്ങൾ പറയുന്നത്. വൈദാ തലഅ ശൈബു ഫീ റഅസിഹി, ഒരു മനുഷ്യന്റെ നേരെ തലയിൽ വന്നാൽ. വൈദാ ഹജ്ജ ഇലാ ബൈത്തില്ലാഹിൽ ഹറം, അള്ളാഹുവിന്റെ കഅബത്തിൽ ചെന്ന് അവൻ ഹജ്ജ് ചെയ്താൽ. വൈദാ തസവ്വജ, കല്യാണവും കഴിച്ചാല്. അപ്പൊ പിന്നെ ജന ചെയ്യല്, വ്യഭിചരിക്കല്, ബഅദത്തസ്വീജി, വിവാഹത്തിന് ശേഷം, അഖ്ദോമിൻ കുല്ലി ഖബീഹ്, മടക്കായി എന്തൊക്കെയുണ്ടോ അതിനേക്കാൾ ഏറ്റവും മടക്കായി പരിപാടി. അപ്പൊ അത്രയും മോശമാണ്. പ്രായമായ 40 ആയതൊക്കെ നിർത്തി നല്ലവനാണ് നോക്കുക നടത്തം. അള്ളാഹു നന്നാക്കി തരട്ടെ നമ്മളൊക്കെ. ഷാരാലിമാൻ പറയുന്നു, കൊഴുത്തുവൽ മായന, ഈ പറഞ്ഞതിന്റെ അർത്ഥം അന്നമാക്കറ, മഹാൻ പറഞ്ഞത് യസ്തദ്ദു ഖുബുഹു, അതിന്റെ മോശം ശക്തമാവും എന്നാണ്. അലാമൻ, ഒരുത്തരേക്കാൾ, തഖല്ലഖ ബിഹാദി സിഫാത്തി, ഇത്തരം സിഫത്തുകളുമായി എന്താണ് ബന്ധപ്പെട്ടൊരു മനുഷ്യനുണ്ടെങ്കിൽ അതിനേക്കാൾ മോശമാണ് ഇവൻ ചെയ്യുന്ന പണി എന്നാണ്. എന്നല്ലാതെ ലാ അന്നഹ, നിശ്ചയമായിട്ടും ആ സംഗതി കാലത്ത് മുബാഹത്തൻ ലിമൻ യബ്ലുൽ 40, 40 എത്തിയ ആളുകൾക്കത് അനുവദനീയമാണ് എന്നല്ല. 40 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പണി ചെയ്ത് മോശമാണ് എന്നറിയിക്കലാണ്. എന്തല്ല, അനുവദനീയമാണ് എന്നല്ല. നബീറമാക്കാലു, അവര് പറഞ്ഞ ഒന്നുപോലെ യുസ്തഹബ്ബുൽ സായിമി തർക്കുൽ ഗീബത്തിന, നോമ്പുകാരന് ഗീബത്ത് ഒഴിവാക്കൽ സുന്നത്ത് എന്നാണ്. നോമ്പില്ലാത്തവർക്കൊക്കെ പിന്നെ ഹലാലാണെന്നതിനർത്ഥം അല്ല.
മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ മോശമാണ് നോമ്പുകാരൻ ചെയ്ത ഈ പണി നടത്താം എന്ന് പറഞ്ഞതുപോലെയാണ്. ഇപ്പൊ 40 വയസ്സെത്തിയിട്ട് പിന്നെ ആ പണിക്കിടന്ന മോശമല്ലേ? അതിനും പറഞ്ഞമായിരുന്നല്ലോ. മഹാൻ പറയുന്നു, ഈ പ്രപഞ്ച ജീവിതത്തിൽ ഈ വീട്ടിൽ ഒരു മനുഷ്യൻ ഒരുപാട് കാലം നടന്നു നിൽക്കുക. അങ്ങനെ ആയാൽ അവൻ നടന്നിട്ടില്ല. ഇതുപോലെ സ്വർഗീയ ജീവിതത്തിന്റെ ഭാഗത്തിൽ നിന്ന് ഒരൊറ്റ ശ്വാസം വിട്ടാൽ എങ്ങനെയുണ്ടോ ആ ഒരു ശ്വാസം വിടൽ മാത്രമേ അവൻ ജീവിച്ചിട്ടുള്ളൂ. സ്വർഗത്തിലത്ര വാഹിദ. അപ്പോൾ അവൻ ജീവിക്കുന്ന ഈ ഒരൊറ്റ വായു അവൻ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ ജീവിക്കുന്നുണ്ട്. നഷ്ടപ്പെടുത്തിയാൽ ഐഷല്ലബദ് കാലാകാലം ജീവിക്കേണ്ടതായ ഒരു ജീവിതമാണ്. അങ്ങനത്തതായ ഒരു ശ്വാസം നഷ്ടപ്പെടുത്തിയാൽ ഇന്നഹോ നിശ്ചയമാണ് ഈ നഷ്ടപ്പെടുത്തിയവൻ വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം അവൻ നഷ്ടാരുടെ കൂട്ടത്തിൽ പെട്ടുപോയി എന്നോ. സ്വർഗീയ ഭാഗത്ത് ജീവിക്കുന്ന ആൾക്കാരെ ഭാഗത്തേക്ക് ചേർത്തി വെക്കുമ്പോ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിച്ചത് അവിടുത്തെ ഒരു ശ്വാസത്തിന് അത്രേ ഉള്ളൂ എന്നാണ്. ശ്രദ്ധിക്കണം എന്നാണ്. മഹാൻ പറയുന്നു, അശ്ശാബുൽ മുതഅബ്ബിദു അഹബ്ബു ഇലല്ലാഹി മിനശ് ശൈഖിൽ മുതഅബ്ബിദി. അള്ളാഹ്ക്ക് എപ്പോഴും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർദ്ധക്യം ചെന്ന ആളേക്കാൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന യുവാവാണ് എന്നാണ്. മററജുലും അലാ ഹുദൈഫത്തുൽ യമാൻ. അതുകൊണ്ട് വയസ്സന്മാർക്ക് സ്ഥാനമൊന്നുമില്ലാന്ന് ആരും മനസ്സിലാക്കണ്ട. പക്ഷെ യുവത്വത്തിന് ഇസ്ലാമികമായി ചെല്ലുമ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഹുദൈഫത്തുൽ യമാനിയുടെ അടുത്ത് അരികിൽ കൂടെ ഒരാളിങ്ങനെ നടക്കുകയാണ്. എത്തരത്തിൽ ഹുദൈഫയുടെ ചുറ്റുഭാഗത്തും ഫുത്തിയാനും ജുലൂസ് കുറെ ചെറുപ്പക്കാരിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കാലാപി നടന്നു പോകുന്ന ആൾക്ക് കണ്ടപ്പോ ചോദിച്ചു, മാലി ഹാവുലായില്ല അഹദാസ ഹുദൈഫ, തങ്ങളെ ചുറ്റുഭാഗത്ത് ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇവർക്കെന്ത് എന്ന് ചോദിച്ചു. അവർ മോശമായി കണ്ടപ്പോ കാല ഹുദൈഫ തങ്ങൾ പറയാണ്, അരിൽ ഖൈറു ഇല്ലാ ബിശ്ശബാബ്. അല്ല, നന്മ എന്ന് പറയും യുവത്വത്തിൽ അല്ലാതെ ഇല്ലല്ലോ. പിന്നെന്താ പറയണത്? അമാസമയത്താ നീ കേട്ടിട്ടില്ലേ ഖൗലല്ലാഹിത്താൽ, അതിന്റെ അയാൾക്ക് അള്ളാന്റെ വചനം ചൊല്ലിക്കൊടുക്കുക. ഇത് കേട്ടിട്ടില്ല എന്ത്? ഖാലൂ സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ഇബ്രാഹിം. അപ്പോ ഞങ്ങൾ യുവാവിനെ കേട്ടു എന്നാ, പേര് ഇബ്രാഹിം എന്ന് പറയപ്പെടുന്ന അങ്ങനെ ചെറുപ്പക്കാരനെ കേട്ടു. ഫത്തണ്ട ഉപയോഗിച്ചത് അല്ല. അവ സ്ഥാനിക പറയോ? അള്ളാന്റെ വാക്ക് വീണ്ടും പറയട്ടെ, കേട്ടിട്ടില്ലേ എന്ത്? ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഇന്നഹും നിശ്ചയമായിട്ടും കേൾപ്പിന്റെ ആളുകള് ഫിത്യത്തുന്ന ചെറുപ്പക്കാരാണ്. ആമനൂ ബിറബ്ബിഹിം, അവരുടെ റബ്ബിനെ കൊണ്ട് അവർ വിശ്വസിച്ച ചെറുപ്പക്കാരാണ്, യുവാക്കളാണ് അവർ. വസിദ്നാഹും ഹുദാ, നമ്മൾ അവർക്ക് എന്താക്കിയിരിക്കുന്നു? സന്മാർഗം ഏറ്റിക്കൊടുക്കുകയും ചെയ്തു. അവിടെ അള്ളാഹു ഉപയോഗിച്ചെന്താ? ഫിത്യത്തുന്നല്ലേ. ഖൗലുഹു തആല മൂന്നാമത്തെ ആയത്ത് കേട്ടിട്ടില്ലേ? ഖാല, മഹാനായ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞൊരു ഫത്താവു തന്റെ യുവാവിനോട്, ആതിനാ ഗദാഅനാ, നമ്മൾക്കുള്ള പ്രഭാത ഭക്ഷണം, പ്രാതല ഭക്ഷണം അത് കൊണ്ടുപോകാന്ന് പറഞ്ഞു കൊടുത്തു. ഫത്താവ് ഉപയോഗിച്ചു. അവസ്ഥാനുണ്ടല്ലോ. നിശ്ചയമായിട്ടും അള്ളാഹു ഒരു നബിയെയും അല്ലാഹു തആല അയച്ചിട്ടില്ല. ഇല്ലാ വഹുവ ശാബുൻ, അയാൾ ചെറുപ്പക്കാരനായിട്ടല്ലാതെ. യുവാവായിട്ടാണ് വിമാനെ കാഴ്ച വയസ്സായിട്ടല്ലോ. സബൂർ, സബൂർ എന്ന കിതാബിൽ കാണാം, മാ ബലാ അഹദുൻ 70 സന ഇല്ലസ്തഖാമിൻ ഗൈരി ഇല്ല. 70 വയസ്സെത്തിയതായിരിക്കുന്ന ഒരാള്, അയാൾ ഒരു കാരണമില്ലാതെ വെറുതെ അന്യായം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 70 വയസ്സായവന് കഴിഞ്ഞതിനർത്ഥം അന്യായത്തിലേക്ക് എത്തി. വകാന മുഹമ്മദ് ബിൻ ഹസ്സാൻ യഖൂലു, മൂപ്പര് പറയുന്നു, ലാ തത്ലു മിൻ നഫ്സിക്കൽ അമൽ ഈ ഹാദിഹി സനതി മിസ്ല അമലിക ബിസ്സനതി അല്ലതി ഖബലഹാ. ഈ കൊല്ലത്തിന് മുമ്പ് നീ എന്ത് ചെയ്തൊരു അമലുണ്ടോ അതുപോലത്തെ അമല് ഈ കൊല്ലത്തിൽ
നിന്റെ നഫ്സിന്റെ ഭാഗത്തും തേടണ്ടാവ്. കാരണം എന്താ, അന്നൽ ഇൻസാന കുല്ലയോമി, എല്ലാ ദിവസവും ഓരോ മനുഷ്യന്മാരും ഈ നഫ്സിൻ ചുരുക്കത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നടക്കൂലല്ലോ. ഇന്നലെ ചെയ്ത പോലെ എന്ത് കഴിയൂല നടത്തും. ഒക്കത്തീരാന് ഷെയ്ഖിൻ, ഒരിക്കൽ ഒരു ഷെയ്ഖിനോട് ചോദിക്കപ്പെടുകയുണ്ടായി, കൈഫഹാലുക്ക, ഷെയ്ഖെ തങ്ങളുടെ അവസ്ഥ എന്താണ്? അപ്പൊ വക്കാല വയസ്സനായ ആള് പറയാണ്, സ്വാറ യസ്മുഖിനി മൻഹുവമായി, എന്റെ കൂടെയുള്ള ആളുകളൊക്കെ എനിക്ക് മുന്നിലേക്ക് പോയി, മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ വേക്കിലായി. യുദിരിക്കിനി മൻഹുവ ഖൽഫി, എന്റെ വേക്കിലുള്ള ആൾക്കാരൊക്കെ എന്നെ പിടിക്കാനെത്താനുമായി, എന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ എനിക്ക് മുന്നിലുമായി. ഇതാണ് ഇപ്പൊ എന്റെ അവസ്ഥ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളും ഇപ്പൊ മറന്നുകൊണ്ടിരിക്കുകയാണ്. ധനത്ത് മിന്നിൽ അറിഞ്ഞു, ഞാൻ അഥവാ എണീറ്റ് നിന്നാലോ ഭൂമി എന്റെ അടുത്തെത്തി, അത്രത്തോളം അയക്കണത്. വൈദാ കായത്തോ, ഞാൻ ഇരുന്ന തബായത്ത് ഭൂമി അകന്നുകൊണ്ടിരിക്കും. ഞാനായി എന്തായി, അബ്സറും വാഹിദ, ഒന്നിനെ കാണുന്നത് ഇസ്നേനി രണ്ടായി കാണു തുടങ്ങി, അത്രയും വയസ്സായി. വസ്വദ്ദമിന്നി മാകുന്തു ഉഹിബ്ബു അന്നഹു അബിയാദ്, അത് വെളുത്തതായിരിക്കണമെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു, അതിപ്പോ കറുപ്പായി കാണുന്നു. ഒബിയല്ലമിന്നി മാകുന്തു ഉഹിബ്ബു അന്നഹു യസ്വദ്ദു, അത് കറുത്തതായിരിക്കണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു, അതിപ്പോ എന്റെ ഭാഗത്ത് വെളുത്തുപോയി. വസ്തദ്ദമിന്നി മാ കാനതു ഉഹിബ്ബു അന്നഹു യലീനു, എന്റെ ഭാഗത്തൊന്ന് എന്താണെന്നറിയാമോ, ഒന്ന് ശക്തമാണ്, എന്തൊന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു അത് മയമായിരിക്കണമെന്ന്, ഇപ്പൊ അത് ഗൗരവത്തില്ല, കഴിയുന്നില്ല. വലാനമിന്നി മാകാനത്തു അന്നു യസ്തദ്ദു, അത് ഗൗരവമുള്ളതായിരിക്കണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുകയാണ്. അത് നേരെ തിരിച്ചായിപ്പോ എനിക്കെന്താ ലാന, അത് വളരെ മയമായിരുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ വാർദ്ധക്യത്തിലുള്ള അവസ്ഥ. അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇത് ഉദ്ധരിച്ചു കഴിഞ്ഞതിന് ശേഷം മഹാനായ ഷഹറാൻ ഇമാം പറയാണ്, എന്റെ സഹോദരൻ, അതൊന്ന് ആലോചിച്ച് നോക്ക, മാതക്കർത്തൂലക്ക, ഇപ്പൊ നിനക്ക് കുറെ പറഞ്ഞല്ലോ, അതൊന്ന് ആലോചിച്ച് നോക്ക. പിന്നെ ശബാബക്ക, നിന്റെ യുവത്വം നീ വനീമത്തായി എടുത്തോ. വർക്കഴ ഷീബക്ക, നിന്റെ നിറക്കടി കഷ്ണം വെച്ചോടാ. നീ ഗതത്തിൽ പാപമോചനം അധികരിപ്പിക്കലുകൊണ്ട് വലഅല്ലക, അങ്ങനെ ചെയ്താൽ നീ ആയേക്കാ തജ്ബുറു മൻ സദഅ മിൻ ദീനിക, ദീനിൽ നിന്ന് നിന്നിൽ അകന്നു പോയതും പിരിഞ്ഞു പോയതും എന്താണോ അതൊക്കെ പരിഹരിക്കാൻ നിന്നെ കൊണ്ട് കഴിയും ഇത് ചെയ്താൽ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് അത് അവസാനിക്കുകയാണ്. ഇനി അടുത്ത സ്വഭാവം എന്താണെന്ന് പിന്നെന്താ.